ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അൽഹംദുലില്ലാ മൂന്നാമത്തെ നോമ്പ് ഞങ്ങൾ തുറന്ന് തറാവീ കഴിഞ്ഞു വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കണ്ടോക്കാം. അങ്ങനെ ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കിച്ചണിലെത്തിക്കണ്. ഇന്നിപ്പോൾ നൂൽപുട്ടൊക്കെ ചുടാനുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം നമ്മളെ കാക്കൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കണ കാക്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പത്തിരി. അപ്പോൾ കാക്കില്ലാത്ത കാരണം ഞങ്ങൾ പത്തിരി ഒന്നും ഉണ്ടാക്കണില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കടിയല്ല നൂൽപുട്ട്. അങ്ങനെ ഒന്ന് നൂൽപുട്ടും മുട്ടക്കറിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ഒപ്പം പാകത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കേണ്ടത്. നല്ല മഴയല്ലേ നൂൽപുട്ടാവാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചെടുത്ത് മാവ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഉണ്ടാക്കണതും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമ്മളെ കാക്കുന്ന് രാവിലെ 8 മണിക്കാട്ടോ പോയത്. ഇനി നാളെ രാത്രി ഇൻഷാ അല്ലാ രാത്രിക്കൊക്കെ ലോഡും കൊണ്ട് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രിക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇൻഷാ അല്ലാ. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient
മാറ്റി ബ്ലാക്ക് ആക്കാം. ചില്ലോ അതിനെന്താ? അങ്ങനെ ഞങ്ങളെ നൂൽപുട്ടും റെഡിയായി, കടലറ്റും റെഡി കിട്ടിയിരിക്കണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് തുറക്കാൻ കൂടുതൽ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് കടലറ്റ് തന്നെ ഉണ്ടാക്കുന്നത്. അതായത് സമൂസ ഉണ്ടാക്കണതിൽ വലിയ താല്പര്യമില്ല കേട്ടോ. കൂടുതൽ ഇഷ്ടം കടലറ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ മുട്ടക്കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണ്. പിന്നെ ഞാനിതാ 3 മുട്ട ഇവിടെ ഇട്ടിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ ഇമ്മാക്കും മോക്കും എനിക്കുമാണ് കേട്ടോ. നമ്മളെ സുട്ട് മുട്ടക്കറിയും കറിയിലിട്ട മുട്ടയൊന്നും കഴിക്കൂല. അപ്പോൾ ഞാനൊന്ന് ഓന് ജസ്റ്റ് പൊയിങ്ങിയാണ്ട് വേറെ വെച്ച് കൊടുത്തേക്കാണ്. അങ്ങനെ കഴിക്കുക. ഓന് ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ 2-3 കഷ്ണം ചിക്കൻ പീസ് ഫ്രൈ ആക്കി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മളെ സംഭവങ്ങളൊക്കെ റെഡി ആയി കിട്ടിയിരിക്കണം. എല്ലാ ഐറ്റംസും പറയാൻ ഒരുപാടൊന്നുമില്ല. അപ്പം ഞാൻ നല്ലത് കാണിക്കണം കേട്ടോ. നൂൽപുട്ട് റെഡിയായി, അതുപോലെ മുട്ടക്കറി റെഡിയായി, പിന്നെന്താ കടലറ്റ്, അടിപൊളി കടലറ്റാട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കടലറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ സുട്ടോന് മുട്ട ഒന്ന് പുഴുങ്ങി വെച്ചിക്കണ്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വെച്ചിക്കണ്, പിന്നെ നമ്മളെ പൈനാപ്പിൾ ജ്യൂസും. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളുള്ളൂ നമുക്ക് തുറക്കാൻ. ഇനി ചായക്കും വെള്ളം വെച്ച് കൊടുക്കും.